بسم الله الرحمن الرحيم. وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 991 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തിൽക ബിയമീനിക യാ മൂസാ ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മദീനിലെ ശുഐബ് അലൈഹിസ്സലാമിന്റെ നാട്ടിലായിക്കൊണ്ടുള്ള 8-10 കൊല്ലത്തോളം വരുന്ന പ്രവാസ കാലം അവസാനിപ്പിച്ച് ഈജിപ്തിലേക്ക് കുടുംബസമേതം മടങ്ങുന്ന ഘട്ടത്തിൽ ഹുവാ താഴ്വരയ്ക്ക് അടുത്ത് വെച്ച് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്ത ആ ചരിത്ര സംഭവം വിവരിക്കുന്ന ഭാഗമാണ് സൂറത്ത് ത്വാഹയിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തില് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടും മൂസ അലൈഹിസ്സലാമിനെ തന്റെ ദൂതനായി തെരഞ്ഞെടുത്തതായി അറിയിച്ചുകൊണ്ടും ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, തീർച്ചയായിട്ടും ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല. ഫഅ്ബുദ്നി, അതിനാൽ എനിക്ക് ഇബാദത്ത് ചെയ്യുക. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി സ്വലാത്ത് നിർവഹിക്കുക, അല്ലെങ്കിൽ അതിന്റെ ക്രമത്തിൽ നടപ്പിലാക്കുക. നിശ്ചയമായിട്ടും സഹായത്ത് അന്ത്യസമയം വന്നു ചേരും. അകാദു ഉഖ്ഫീഹ, അത് ഓരോ പ്രയത്നിക്കുന്ന ആളുടെയും പ്രയത്നങ്ങൾക്കുള്ള അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി അവർക്ക് പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിൽ നാം അതിന്റെ സമയം മറച്ചു വെക്കും എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ഈ സാഹത്തിൽ വിശ്വാസമില്ലാത്ത, അന്ത്യനാളിലോ പുനരുത്ഥാനത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകൾ, അതുപോലെ സ്വന്തം ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന, മറ്റൊന്നും മാർഗദർശനമായിട്ട് ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാത്ത ആളുകൾ തങ്ങളെ ഈ സാഹത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, അതിനെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ അത് താങ്കളുടെ നാശമാണ് വരുത്തി വെക്കുക എന്നാണ് ഒരു ഗൗരവത്തിലുള്ള ഒരു ഭാഷണ സ്വഭാവത്തിൽ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് ഇവിടെ സംസാരിക്കുകയുണ്ടായത്. അതിനെ തുടർന്നുള്ള ഭാഗം
ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 17 മുതൽ 21 വരെയുള്ള ആയത്തുകളിലും മൂസ അലൈഹിസ്സലാമിനോട് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ അള്ളാഹു സംസാരിക്കുകയാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. അപ്പൊ ഇതുവരെ അള്ളാഹു സ്വയം മൂസ അലൈഹി ഇസ്ലാമിന് പരിചയപ്പെടുത്തുകയും മൂസ അലൈഹി ഇസ്ലാം ഉൾപ്പെടെയുള്ള മനുഷ്യരാശി ഏതു വിധത്തിലാണ് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് എന്ത് വിധത്തിലുള്ള വിധേയത്വമാണ് കാണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. ഇനി മൂസ, നിന്റെ ആ വലത് കൈയിൽ എന്താണുള്ളത്? ഇതാണ് ചോദ്യം. വലത് കൈയിൽ എന്താണുള്ളത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിടെ ചോദിക്കുന്നത്. വമാ തിൽക ബിയമീനിക യാ മൂസ, നിന്റെ ആ വലത് കൈയിൽ എന്താണ്, ഈ വലത് കൈയിൽ കൊണ്ടു നടക്കുന്ന സാധനം എന്താണ് എന്നാണ് ചോദ്യം. മൂസ അലൈഹിസ്സലാം 8-10 വർഷങ്ങളായിട്ട് മദിയനിൽ ഷുഐബ് അലൈഹിസ്സലാമിന്റെ സന്നിധിയിലായിട്ട് അവരുടെ ആടുകളെ മേച്ചും ഇടയ ജോലി ചെയ്തുമൊക്കെ ജീവിച്ചുകൊണ്ട് വരികയായിരുന്ന ആളായിരുന്നു. സ്വാഭാവികമായും ഇടയന്മാരുടെ ജീവിത ശൈലിയിൽ, അവരുടെ ജീവിത പരിസരത്ത്, അവരുടെ കൈവശം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇടയന്മാരുടെ വടി എന്നത്. അത് നടക്കുന്ന വഴി ക്ലിയറാക്കി പൊന്തക്കാടുകൾ നീക്കി സുരക്ഷിതമായിട്ടാണ് നീങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്താനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടാനും അതുപോലെയുള്ള പല ആവശ്യങ്ങൾക്കും ഈ വടി ആവശ്യമാണ്. ഒരു പാതയൊരുക്കി വെച്ചിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ ശരിയായ വിധത്തില് കാട് വെട്ടിത്തെളിച്ച് ചെത്തി ശരിയാക്കിയ ഒരു പാത ഒന്നും ഇല്ലാത്ത ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു വടി, ഒരു കരുതലിന് ആവശ്യമാണ്. ഊന്നി നടക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. പൊന്തക്കാടുകളൊക്കെ നീക്കിയിട്ട് നടക്കേണ്ടി വരുന്ന ഘട്ടം ഉണ്ടാവും. ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് രക്ഷ തേടേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇടയ ജീവിതത്തിന്റെ അനുപേക്ഷണീയമായ ഒരു സംഗതിയാണ് കയ്യിലൊരു വടി ഉണ്ടാകുക എന്നുള്ളത്. മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ ഒരു വടിയുമായിട്ടാണ് നടന്നു പോകുന്നത്. കുടുംബത്തോടൊപ്പം അതുവഴി വരുന്നതൊക്കെ അങ്ങനെയാണ്. ആ ഘട്ടത്തിലാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് എന്താണ് മൂസ നിന്റെ വലത് കൈയിൽ എന്ന് ചോദിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ വലത് കൈയിൽ എന്താണുള്ളത് എന്നത് അള്ളാഹുവിന് കാണാൻ പറ്റാത്തത് കൊണ്ടോ അറിയാൻ കഴിയാത്തത് കൊണ്ടൊന്നും അല്ല ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിന് വേറൊരു താല്പര്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ 1-2 ആയത്തുകളിലൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ സാധിക്കും. കാല മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിന്റെ ചോദ്യത്തിന് ശരീരിയായിട്ട് തന്റെ കാതുകളിൽ പതിഞ്ഞ ചോദ്യത്തിന് മൂസ അലൈഹി ഇസ്ലാം നൽകിയ മറുപടി ഇതാണ്, ഹിയ അസായ, അതെന്റെ വടിയാണ്, എന്റെ ഊന്നുവടിയാണ്. അതവക്ക് അലൈഹ, ഞാൻ അതില് ഊന്നിയിട്ടാണ് നടക്കുന്നത്. വഹുഷു ബിഹ അലാ ഗനമി, എന്റെ ആടുകൾക്ക് ഇലകൾ പൊഴിച്ചിട്ട് കൊടുക്കുന്നതും അതുകൊണ്ടാണ്. വലിയ ഫീഹ മആരിബു ഉഖ്റ, എനിക്ക് വേറെയും പല പ്രയോജനങ്ങളും ഉണ്ട് അതുകൊണ്ട്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം. ചോദ്യം വളരെ ലളിതമായതാണ്. തിൽക ബിയമീനിക യാ മൂസ എന്ന വലത് കൈയിൽ എന്താണ് മൂസ എന്ന ലളിതമായ ഒരു ചോദ്യമാണ്. മൂസ അലൈഹി ഇസ്ലാം അതിന് നൽകുന്ന മറുപടി കുറച്ച് വ്യാപ്തിയും പരപ്പും ഒക്കെ ഉള്ള വിധത്തിൽ
വിശദാംശങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ്. ഫലഹിയ അസായ, ഇതെന്റെ വടിയാണ്. ഇനി അടുത്തൊരു ചോദ്യം വരാൻ കാത്തു നിൽക്കണമെന്നില്ല, എന്താണ് എനിക്ക് ഈ വടി കൊണ്ട് പ്രയോജനം എന്ന് ഉള്ള ഒരു ചോദ്യം വരാൻ കാത്തു നിൽക്കാതെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഉത്തരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്. അത്തവക്കഉ അലൈഹ, ഞാനത് നടന്നു നീങ്ങുമ്പോഴുള്ള ആവശ്യങ്ങൾക്ക് ഊന്നി നടക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. അത്തവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നുന്നു. വഅഹുശ്ശു ബിഹാ അലാ ഗനമി, എന്റെ ആടുകൾക്ക് ഞാൻ അതുകൊണ്ട് തട്ടിക്കൊഴിച്ചിട്ട് കൊടുക്കുന്നു. ഇലകള് വടികൊണ്ട് തട്ടിക്കൊഴിച്ചിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഇടയൻ കാട് പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ പൊന്തക്കാടുകളുള്ള, അതുമല്ലെങ്കിൽ അരക്ഷിതത്വം ഉള്ള ഇടങ്ങളിലൂടെയൊക്കെ നടന്നു നീങ്ങുമ്പോൾ ഒരു വടി പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ഇടയന് മാത്രമല്ല, ആ ആട്ടിൻപറ്റത്തിനും അതുകൊണ്ട് ഗുണമുണ്ട്. പിന്നെ വേറെയും പല ആവശ്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ മൂസ അലൈഹി സ്വലാം പറയുന്നത്. എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമ്മള് കേരളത്തിലെ കർഷകരുടെ അരയിലെ ബെൽറ്റില് അല്ലെങ്കിൽ അവരുടെ അരപ്പട്ടയില് ഒരു കത്തി കൊണ്ട് നടക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നൽകുന്ന മറുപടി പോലെ അത് പലതിനുമാണ്. അടക്ക വൃത്തിയാക്കാൻ ഉപയോഗിക്കും, അതുപോലെ ഒരു നാടയോ കയറോ ഒക്കെ എടുത്ത് കെട്ടാൻ ചിലപ്പോൾ അത് മുറിക്കാൻ ആവശ്യമുണ്ടാവും. അതുപോലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്ന പോലെ മൂസ അലൈഹി സ്വലാം വളരെ സ്വാഭാവികമായ വിധത്തില് അദ്ദേഹത്തിന്റെ ഇടയ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ മറുപടി നൽകുന്നത്. അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒമാ തിൽക ബിയമീനിക യാ മൂസ എന്ന് ചോദിച്ചപ്പോ മൂസ അലൈഹി സ്വലാം ഒറ്റ വാക്കിലുള്ള മറുപടിയല്ല, കുറച്ച് ദീർഘിപ്പിച്ച മറുപടിയാണ് നൽകുന്നത്. അത് മൂസ അലൈഹി സ്വലാമിന്റെ ആ ഘട്ടത്തിലെ അനുഭവത്തിൽ അടങ്ങിയിട്ടുള്ള വൈകാരികത വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് പ്രപഞ്ച സൃഷ്ടാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഞാനാണ് അള്ളാഹു, ഞാനാണ് ആരാധ്യൻ, ഞാൻ മാത്രമാണ്, എന്നെയാണ് ഗൗനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആ ഘട്ടത്തില് മൂസ അലൈഹി സ്വലാം തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൽ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ തനിക്ക് മേലായ റബ്ബ് തന്റെ മുന്നില് തന്നോടായി സംസാരിക്കുന്ന ആ അനുഭവം ഉണ്ടായപ്പോ ആ റബ്ബിനോട് ഏറെ വൈകാരികമായ അടുപ്പം കാണിക്കുന്ന വിധത്തിലാണ് മൂസ അലൈഹി സ്വലാം തിടുക്കത്തില് കൂടുതലായിട്ട് മറുപടി പറയുന്നത്. ഈ ഭാഷണം ഈ അശരീരി മുറിഞ്ഞു പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ആ തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനോട് ചേർന്ന് നിൽക്കാൻ മൂസ അലൈഹി സ്വലാമിന് വല്ലാത്ത വെമ്പലുള്ള പോലെയുള്ള ഒരു പ്രതികരണമാണ് ഈ അധികം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മൂസ അലൈഹി സ്വലാം ഈ ഭാഷണം ദീർഘിപ്പിക്കുന്നതിലുള്ള താല്പര്യം എന്ന് കാണാൻ കഴിയും. എന്തായാലും തനിക്ക് വളരെ വേണ്ടപ്പെട്ട, താൻ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാള് തന്നോട് സംസാരിക്കുമ്പോൾ ആ സംസാരം പെട്ടെന്ന് തീർന്നു പോകാതെ അത് ഒരു ലേശം ദീർഘിപ്പിച്ച് കിട്ടുന്നത് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു നിലപാട്, ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പ്രകടമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഹിയ അസായ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് വലത് കൈയിൽ എന്ന് ചോദിച്ചാൽ അത് എന്റെ വടിയാണ് എന്ന് പറഞ്ഞ് നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത്. അതവക്കഉ അലൈഹ വഅഹ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹ മആരിബു ഉഖ്റ. കുറച്ചുകൂടിയൊക്കെ ദീർഘിപ്പിക്കണം എന്ന് മൂസ അലൈഹി ഇസ്ലാമിന് ഉള്ള പോലെ. പക്ഷെ ഈ ഒരു വടിയെ കുറിച്ച് ഇപ്പോ ഇനി എന്തധികം പറയും. അപ്പോ ഒരുപാട് വേറെയും പല ഉപയോഗങ്ങളും എനിക്ക് അതുകൊണ്ടുണ്ട്.
എന്നാണ് അവസാനമായിട്ട് അത് സംബന്ധമായിട്ട് പറയുന്നത്. ഖാല, അപ്പോ അള്ളാഹു അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു, അൽഖിഹാ യാ മൂസ, മൂസ നീ അത് താഴെയിട്. അൽഖിഹാ യാ മൂസ. അപ്പൊ താഴെ ഇടാൻ പറയുന്നതിന്റെ മുമ്പ് ഒരു ചോദ്യം ഉന്നയിച്ചതാണ് അള്ളാഹു. വമാ തിൽക ബിയമീനിക യാ മൂസ. താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറും. അപ്പൊ നേരത്തെ തന്നെ താൻ തന്റെ കയ്യില് പിടിച്ചുകൊണ്ട് നടന്നിരുന്ന സാധനം ഈ വടി ആയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ കൃത്യമായി വടി താഴെ ഇടുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടുത്തണം. അദ്ദേഹം പതിവായി കൊണ്ടു നടക്കുന്ന വടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വലത് കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം. അതാണ് കയ്യിൽ എന്താണ് എന്ന് ചോദിച്ചതിന്റെ താല്പര്യം എന്ന് കാണാൻ കഴിയും. അപ്പോ തുടർന്ന് അള്ളാഹു പറയുന്നത്, അൽഖിഹാ യാ മൂസ, മൂസ നീ അത് താഴെയിട്, ആ വടി താഴെയിട് എന്നാണ് നിർദ്ദേശം. അപ്പൊ അൽഖാഹ, കേട്ടപാടെ മൂസ അലൈഹി ഇസ്ലാം ആ വടി താഴെയിട്ടു. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അപ്പോഴതാ അതിങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന ഒരു സർപ്പമായി മാറിയിരിക്കുന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടിയാണെന്ന് തന്നെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് അതിനുശേഷം അള്ളാഹു അത് തറയിലിടാൻ പറഞ്ഞു. അങ്ങനെ തറയിലിട്ടപ്പോ അത് ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അപ്പോഴതാ അത് ഒരു ഹയ്യത്തായി മാറിയിരിക്കുന്നു. ഹയ്യത്ത് എന്ന് പറഞ്ഞ സർപ്പം, തസ്ആ എന്ന് പറഞ്ഞ ഇഴഞ്ഞു നടക്കുന്ന, സഅയ്യായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സർപ്പമായി പെട്ടെന്ന് അത് മാറിയിരിക്കുന്നു. ആ വടിയല്ല പിന്നെ തറയിൽ കാണുന്നത്, ഓടി നടക്കുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞ് നടക്കുന്ന ഒരു സർപ്പത്തെയാണ്. ഖാല, അപ്പൊ അള്ളാഹു നിർദ്ദേശിച്ചു, ഫുദ്ഹ, നീ അതിനെ പിടിക്ക്, നീ അതിനെ കയ്യിലെടുക്ക്. ഫുദ്ഹ, നീ അതിനെ പിടിക്ക്. വലാ തഖഫ്, പേടിയൊന്നും വേണ്ട, പേടിയൊന്നും കൂടാതെ തന്നെ നീ അതിനെ ഇങ്ങ് കയ്യിലേക്ക് എടുക്ക്. ഇതാണ് നിർദ്ദേശം. മൂസ അലൈഹി ഇസ്ലാം വലിയ ഉൾക്കിടിലത്തോടു കൂടി മാത്രമേ അത് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് ഭൂമിയിൽ ഇഴഞ്ഞോടി നടക്കുന്ന ഒരു കാഴ്ച അത് അദ്ദേഹത്തിൽ വലിയ ഞെട്ടലും പേടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല അള്ളാഹുവിന്റെ താല്പര്യം. അദ്ദേഹത്തെ ഒരു കാര്യം പ്രത്യേകമായി ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്, പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നിർണായകമായ ചില ഘട്ടങ്ങളിൽ ഈ വടി തറയിലിടുകയും അത് പാമ്പാവുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അന്നേരം അത് കണ്ട് ഭയന്നോടുകയല്ല മൂസ അലൈഹി ഇസ്ലാം ചെയ്യേണ്ടത്. മറിച്ച് അത് അത്യുഗ്രൻ സർപ്പമായി മണ്ണിലിങ്ങനെ അഴിഞ്ഞ് ഓടി നടക്കുമ്പോൾ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് അതിനെ കൈനീട്ടി പിടിക്കാൻ ധൈര്യം ഉണ്ടാവണം. കാരണം അത് പിന്നീടുള്ള പല സംഗതികൾക്കും ആവശ്യമാണ്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത്, ഖാല ഖുദ്ഹ വലാ തഖഫ്, അതിനെ പിടിക്ക് മൂസ, നീ അതിനെ കയ്യിലെടുക്ക്, പേടിക്കണ്ട. വലാ തഖഫ്, പേടിക്കേണ്ടതില്ല. ഇതാണ് നിർദ്ദേശം. സനുഈദുഹാ സിറതഹൽ ഊല, ഞാൻ അതിനെ അതിന്റെ പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും നീ കയ്യിലെടുക്കുന്നതോടുകൂടി അത് ആ പാമ്പ് വടിയായിട്ട് മാറും. അതുകൊണ്ട് പേടിക്കണ്ട, ഞാനാണ് നിർദ്ദേശിക്കുന്നത്. അള്ളാഹു ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് ചെയ്യാനുള്ള അത്രയ്ക്ക് ഒരു വിശ്വാസപരമായ ഉറപ്പ് മൂസ അലൈഹി ഇസ്ലാമിനുണ്ടോ എന്നുകൂടി പരിശോധിക്കലാണ് ഈ സംഭവം. അപ്പോ മൂസ, നീ അത് കയ്യിലെടുക്ക്, പേടിക്കേണ്ടതില്ല. സനുഈദുഹാ സിറതഹൽ ഊല, തീർച്ചയായിട്ടും ഞാൻ അതിനെ അതിന്റെ പഴയ രൂപത്തിലേക്ക്, പഴയ സീറത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അതിന്റെ പഴയ രൂപം എന്ന് പറയുന്നത് ആ വടിയായിട്ടുണ്ടായിരുന്ന രൂപമാണ്. തീയിലേക്ക് എടുത്തെറിയപ്പെട്ട ഘട്ടത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഏതൊരു അള്ളാഹുവിലായിരുന്നോ വിശ്വാസമുണ്ടായിരുന്നത്, ഏത് അള്ളാഹുവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നിയിലേക്ക് എറിയപ്പെടുന്നതിനെ വളരെ സങ്കോചമില്ലാത്ത വിധത്തിൽ നേരിട്ടത്, അതേ വിധത്തിലാണ്
അല്ലെങ്കിൽ സമാനമായ രീതിയിലാണ് ഇവിടെ മൂസ അലൈഹിസ്സലാം ആ നിലത്ത് ഇഴഞ്ഞു നടക്കുന്ന അത്യുഗ്രൻ സർപ്പത്തെ കൈകൊണ്ടെടുക്കാൻ ഇവിടെ മുതിരുന്നത്. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ബലത്തിലാണ്. അള്ളാഹുവാണ് അദ്ദേഹത്തോട് പറയുന്നത്, അതിനെ നീ കയ്യിലെടുക്ക്, പേടിക്കേണ്ടതില്ല, നാം അതിനെ അതിന്റെ പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഈ നിർദ്ദേശം, ഈ ഉറപ്പ് അള്ളാഹുവാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അള്ളാഹുവിന്റെ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കെ അതിലുള്ള ബോധ്യത്തിന്റെയും ദൃഢവിശ്വാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് മൂസ അലൈഹിസ്സലാം ഈ നിർദ്ദേശങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോ ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ ഇനിയും തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളോടുകൂടി നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്, അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് തന്റെ വലത് കൈയിലുള്ളത് എന്താണ് എന്ന് ചോദിച്ചത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തം അദ്ദേഹത്തെ കാണിക്കുക എന്ന പോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു ബോധ്യപ്പെടുത്തലും ആവശ്യമാണ്. ഞാൻ ഇതുവരെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിരുന്നത് ഒരു അത്യുഗ്രൻ സർപ്പമാണ് ആയിരുന്നു എന്നത് മൂസ അലൈഹി ഇസ്ലാമിന് തോന്നാൻ പാടില്ലല്ലോ. മറിച്ച് ഞാനിപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന വടി തറയിലിട്ടപ്പോഴത് സർപ്പമായി മാറിയതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് എന്താണ് നിന്റെ വലത് കയ്യിലുള്ളത് എന്ന് ചോദിച്ചത് എന്ന് കാണാൻ കഴിയും. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുമായുള്ള സംഭാഷണം നടക്കുമ്പോൾ കൂടുതലായിട്ട് സംസാരിക്കാനും സംസാരത്തില് കൂടുതൽ നേരം അങ്ങനെ ഇൻഡൾജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന്റെ ആ ഘട്ടത്തിലെ മാനസികാവസ്ഥയും തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനോട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള ആ വളരെ വലിയ ആഴത്തിലുള്ള ആ ഇഷ്ടവും ഒക്കെ കാണിക്കുന്ന വിധത്തിലാണ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.